സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഴിവേലി ബാബുജി എഴുതിയ നോവൽ ക്ഷത്രിയൻ തുടരുന്നു. അവൾ കുളി കഴിഞ്ഞ് വേഷം മാറിയെത്തി. അമ്മച്ചി, വിശക്കുന്നു. ഇന്ദിരാമ്മ അവൾക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും ചായയും വിളമ്പി. അവൾ തന്നെ പറഞ്ഞു തുടങ്ങട്ടെ എന്ന് കരുതി പ്രിൻസും അമ്മയും കാത്തിരുന്നു. ഒരു ചപ്പാത്തി കഴിച്ചിട്ട് അവൾ തലയുയർത്തി. രണ്ടാളും ഞാൻ ആരെന്നറിയാൻ കാത്തിരിക്കുകയാണെന്നറിയാം. പ്രിൻസിന് ദേഷ്യം വന്നു. അറിയണമെന്നില്ല, കഴിച്ചിട്ട് വേഗം സ്ഥലം വിട്ടോ. അതെന്താ പ്രമാണി അങ്ങനെ? അവൾ ചിരിച്ചു. അതങ്ങനെയാ, അത്രയും അറിഞ്ഞാ മതി. എന്താ അമ്മേ അമ്മയുടെ മോൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ ഇന്ദിരാമയ്ക്ക് നേരെ തിരിഞ്ഞു. മോള് കാര്യം പറ, അത് കേൾക്കട്ടെ ആദ്യം. നീ ആരാ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? പറയാം. അവൾ ഗ്ലാസ് എടുത്ത് ഒരിറക്ക് ചായ കുടിച്ചു. ഞാൻ മന്യ. എൻ്റെ അച്ഛൻ എഴുതുന്ന കത്തുകളാണ് പ്രമാണിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് അയച്ചു തരുന്നത്. ഇരുവരും ഒന്നിച്ച് അവളെ തുറച്ചു നോക്കി. അവൾ തലയാട്ടി. ഒന്നുകൂടി പരിചയപ്പെടുത്താനുണ്ട്. ഇറപ്പുഴ സൂര്യൻ എന്നെ കെട്ടാനാണ് ഉടുപ്പ് തുന്നിക്കുന്നത്. രണ്ടാമത്തെ അമ്പരപ്പ്. നീ ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ? പ്രിൻസിന് അസ്വസ്ഥതയായി. മന്യ മനം തുറന്നു. ഇറപ്പുഴ കേശവന്റെ ഒരേയൊരു പെങ്ങളുടെ ഭർത്താവായ തൻ്റെ അച്ഛനെക്കുറിച്ച് ആദ്യം. ഷാപ്പു ബിസിനസ്സിനു വേണ്ടി അച്ഛൻ്റെ ലക്ഷങ്ങൾ കേശവൻ അങ്കിൾ കടം വാങ്ങിയത്. അത് തിരിച്ചു ചോദിക്കാനെത്തിയ ദിവസം പണം കൈവിട്ടു പോകും എന്ന് കരുതി സലീമും അനുജന്മാരും അച്ഛനോട് വഴക്കിട്ടത്. ഇടയിൽ കയറിയ കേശവനങ്കിൽ സലീം അച്ഛനെ കുത്തിയ കത്തിയാൽ കൊല്ലപ്പെട്ടത്. കൊലപാതകം അച്ഛൻ്റെ മേൽ ആക്കി തീർത്തത്. എല്ലാം ഉദ്യോഗത്തോടെയാണ് ഇരുവരും കേട്ടിരുന്നത്. മന്യ പറഞ്ഞവസാനിപ്പിച്ചു. മലബാറിൽ ഞാനും അമ്മയും ബാക്കിയായി. ഞങ്ങളുടെ പണം കണ്ടിട്ട് തന്നെ സൂര്യനെ കൊണ്ട് ബലമായി തന്നെ എന്നെ കെട്ടിക്കാൻ തീരുമാനിച്ചതാണ് ഇറപ്പുഴ സലീം. എല്ലാം ഞാൻ അച്ഛനെ അറിയിച്ചു. അതുകൊണ്ട് അച്ഛനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് പോരാൻ. പ്രമാണി രക്ഷിക്കുമെന്ന് സുരേന്ദ്രനങ്ങൾ പറഞ്ഞിട്ടാണ് പോലും. പ്രിൻസിനൊന്നും പറ്റാത്ത അവസ്ഥയായി. അവൻ അമ്മയെ നോക്കി. അവരും ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. എന്നാലും ഇറപ്പുഴക്കാരറിഞ്ഞാൽ വലിയ പ്രശ്നമാകോ ചെയ്ത്? അവൻ പറഞ്ഞതും പുറത്തു നിന്ന് ശബ്ദം കേട്ടു. നീ പറഞ്ഞത് നേരാടാ. അതുകൊണ്ടല്ലേ ട്രെയിനിൽ കോട്ടയത്തിറങ്ങിയിട്ട് കാറിൽ ഇവൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വിവരമറിഞ്ഞത്. പ്രിൻസ് ചാടി എണീറ്റ് പുറത്തേക്ക് ചെന്നു. ഇറപ്പുഴ സലീമും അനുജന്മാരും അവിടെ നിൽക്കുന്നു. മന്യ പെട്ടെന്ന് ഇന്ദിരാമയുടെ പിന്നിലേക്ക് മാറി. നോക്കി നിൽക്കാതെ കയറി പിടിച്ചിറക്കിക്കൊണ്ട് വാടാ, സലീമിന്റെ കൽപ്പന. സൂര്യൻ വീടിനുള്ളിലേക്ക് കയറി. ഇന്ദിരാമച്ചി, എന്നെ വിട്ടുകൊടുക്കല്ലേ, മന്യ നിലവിളിച്ചു. പക്ഷേ അപ്പോഴേക്കും സൂര്യൻ അവളെ കടന്നു പിടിച്ചു. ഇന്ദിരാമയ്ക്ക് ഒന്നും ചെയ്യാനായില്ല. സൂര്യൻ മന്യയെ പുറത്തേക്ക് വലിച്ചിഴച്ചു. പ്രിൻസിന്റെ മുന്നിലൂടെ സൂര്യൻ അവളെ വലിച്ചു മുറ്റത്തേക്കിറക്കി. നിറ കണ്ണുകളോടെ അവൾ തിരിഞ്ഞ് പ്രിൻസിനെ നോക്കി. എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കല്ലേ പ്രമാണി. അവൻ പക്ഷേ അക്ഷോഭ്യനായി തന്നെ നിന്നു. ഇത് തന്നെ ബാധിക്കുന്നതല്ല എന്ന ഭാവത്തിൽ. എന്നാൽ ഇന്ദിരാമ അകത്ത് നിന്ന് പാഞ്ഞെത്തി. എടാ പ്രിൻസേ, മന്യ ആരുമാകട്ടെ, പക്ഷേ അവൾ അഭയം തേടിയത് നിന്റെ അടുത്താ. നിന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് കണ്ണീരോടെ അവൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിക്കൂടാ. പ്രിൻസ് അമ്പരപ്പോടെ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അവർ തല കൊണ്ടൊരടയാളം കാട്ടി. പ്രിൻസിൽ അതൊരാവേശമായി മാറി. താടി തടവിക്കൊണ്ട് അവൻ വെട്ടിത്തിരിഞ്ഞു. സാറന്മാരൊന്നും നിന്നേ. മുറ്റത്തിനപ്പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്ന ഇറപ്പുഴ സലീമും അനുജന്മാരെ നിന്നു. തിരിഞ്ഞു നോക്കി. എന്താടാ, മടങ്ങിപ്പോവാണ് അല്ലേ? കണ്ടാൽ അറിഞ്ഞൂടെ നിനക്ക്? ഓ അറിയാമേ, പക്ഷെ ഈട്ടിക്കാടൻ പ്രിൻസിന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തില്ലേ? അതവിടെ തന്നെ വെച്ചിട്ട് പോ. അവനും പതുക്കെ മുറ്റത്തെത്തി. എന്ത് സാധനം? സലീം നെറ്റി ചൊളിച്ചു. സൂര്യന്റെ കയ്യിലിരിക്കുന്ന സാധനം. മന്യയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി. നടക്കത്തില്ല. അത് നേരെ. അവൻ വള പിന്നോട്ട് തിരിച്ചു കയറ്റി. അവളെ വിട്ടില്ലെങ്കിൽ ഒരുത്തനും വന്ന പോലെ തിരിച്ചു പോകത്തില്ല. എല്ലാത്തിനെയും കൂടെ വണ്ടിയിൽ വലിച്ചു വാരി ഇട്ടുകൊണ്ട് പോകേണ്ടി വരും. സംഗതി പന്തികേടിലേക്കാണ് നീങ്ങുന്നതെന്ന് അവർക്ക് വ്യക്തമായി. കുറേ കാലമായി പ്രിൻസ് അടങ്ങി ഒതുങ്ങി കഴിയുകയായിരുന്നതിനാൽ അവർ മറ്റാരെയും കൂട്ടിയിരുന്നില്ല. അവൻ അവരുടെ തൊട്ടടുത്തെത്തി. ഛീ, വിടടാ അവളെ. ഒറ്റ ആജ്ഞയായിരുന്നു. അറിയാതെ സൂര്യന്റെ കൈ അയഞ്ഞു. ആ നിമിഷം മന്യ തിരിഞ്ഞോടി. നോക്ക്, പ്രിൻസ് കൈ ചൂണ്ടി പറഞ്ഞു. അവൾ ഇവിടെ തന്നെ കാണും. ബലം പ്രയോഗിച്ച് അവളെ കൊണ്ടുപോകാനും കല്യാണം നടത്താനുമുള്ള തീരുമാനം ചുമ്മാ അങ്ങ് കളഞ്ഞേക്ക്. വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കരുത്. എടാ പുല്ലേ. കോപം കാരണം സലീമിന്റെ കവിൾ വിറച്ചു. കൂടുതൽ വിറപ്പിക്കാതെ പോടാ പോ. പ്രിൻസ് തിരിഞ്ഞു നടന്നു.
തള്ളക്കോഴിയെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന കോഴിക്കുഞ്ഞിനെ പോലെ ഇന്ദിരാമയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു മന്നി. അപ്പോൾ അന്ന് രാത്രി സലീം ബ്രദേഴ്സ് ഒന്നിച്ചുകൂടി. ഇത്തവണ കർണനും ഉണ്ടായിരുന്നു കൂടെ. അവനെ വിളിപ്പിച്ചതാണവർ. ഇനി അവനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അളിയ. ആ പ്രിൻസിനെ. സലീം കർണന്റെ തോളിൽ കൈവച്ചു. അളിയൻ ഞങ്ങളുടെ കൂടെ നിൽക്കണം, എങ്കിലേ അവനെ നേരിടാൻ പറ്റൂ. കർണൻ ഇടം കണ്ണിട്ട് സലീമിനെ ഒന്ന് നോക്കി. പിന്നെ പറഞ്ഞു, അവൻ്റെ ജീവൻ എടുക്കാൻ എനിക്ക് ധൃതിയായി. പക്ഷെ എനിക്ക് അവനെ എഴിക്കാട്ട് കോളനിയിലെ സിമിത്തേരിയിൽ എത്തിക്കണം. സീതമോടെ കുഴിമാടത്തിനരികിൽ ആ മൺകൂനയ്ക്ക് മുകളിൽ വെച്ച് ഒരു കത്തി കൊണ്ട് അവൻ്റെ ചങ്ക് പിളർത്തണം എനിക്ക്. എങ്കിലിനി വെച്ച് താമസിപ്പിക്കേണ്ടളിയ. എന്തിന്, ഞങ്ങളുണ്ട് കൂടെ. ഗോപിനാഥനും സൂര്യനും ഒന്നിച്ചു പറഞ്ഞു. അത് വേണം. അവനെ സ്വീകരിക്കുന്നത് നമ്മളെല്ലാവരും ചേർന്നായിരിക്കണം. മാത്രമല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്നത് കോളനിയിൽ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ കാര്യം നടക്കില്ല. അളിയനെക്കുറിച്ച് പ്രിൻസിന് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. നന്നായി. എന്തെങ്കിലും അടവ് പറഞ്ഞ് അവനെ അവിടെ എത്തിക്കണം. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. സൂര്യൻ അറ്റൻഡ് ചെയ്തു. പിന്നെ റിസീവർ സലീമിന് നീട്ടി. തങ്കച്ചിയാ. സലീം റിസീവർ വാങ്ങി. ഒത്തിരി നാളായല്ലോ തങ്കച്ചി ഒന്ന് വിളിച്ചിട്ട്. കാരണം എന്തെങ്കിലും വേണ്ടേ സലീമേ? കുറേ കാലമായി അടങ്ങിയിരുന്ന ഈട്ടിക്കാടൻ നിങ്ങളുമായി ഒന്ന് കൊരുത്തെന്ന് കേട്ടല്ലോ. നേരാണ്, ചിലരങ്ങനെയാ. മരണമടുക്കുമ്പോൾ അറിയാതെ വെളച്ചിലെടുക്കും. തങ്കച്ചിയുടെ അമർത്തിയ ചിരി റിസീവറിലൂടെ ഒഴുകിയെത്തി. അവനെ കൊല്ലാൻ തീരുമാനിച്ചോ? പിന്നല്ലാതെ. എന്തിനാ ഇനി വെറുതെ ഒരു കേസും വഴക്കുമൊക്കെ? തങ്കച്ചിയുടെ ചോദ്യം കേട്ട് സലീം അമ്പരന്നു. എന്താ തങ്കച്ചി ഒരു മാനസാന്തരം? അതോ അവനോട് സഹതാപം തോന്നിയിട്ടോ? അല്ലെങ്കിൽ ഭയന്നിട്ടാണോ? ഇതൊന്നുമല്ല. തങ്കച്ചിയുടെ ശബ്ദത്തിന് കനം വന്നു. തോൽവി സംബന്ധിച്ച് നമ്മുടെയൊക്കെ കൺമുന്നിൽ അവൻ ജീവൻ ഒടുക്കുന്നതല്ലേ നമുക്ക് അന്തസ്. മനസ്സിലായില്ല. സലീം നെറ്റിച്ചൊളിച്ചു. അവൻ്റെ തന്ത ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുമെന്ന് അവൻ നമ്മളെ വെല്ലുവിളിച്ചില്ലേ? അതിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുമെന്ന് വീരവാദം മുഴക്കിയ കാര്യം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഊവ്. പക്ഷെ അതിനിനിയും കാത്തിരിക്കണ്ടേ? വേണ്ട. സലീമിൻ്റെ ശരീരത്തിൽ ഒരു കുളിരുണ്ടായി. ഏറിയാൽ ഒരാഴ്ച. അതിനുള്ളിൽ ഈട്ടിക്കാടൻ സുരേന്ദ്രൻ പുറത്തു വരും. വ്യക്തമായി കിട്ടിയ അറിവാ. അല്പനേരത്തേക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല സലീമിന്. തങ്കച്ചി തുടർന്നു. സുരേന്ദ്രൻ ജയിലിലായിട്ട് 6 വർഷങ്ങൾ കഴിഞ്ഞതേയുള്ളൂവെങ്കിലും ജയിലിൽ മാന്യത പുലർത്തിയതിനാലും കൈകളില്ലാത്തതിനാലും അയാളെ വിട്ടയക്കാൻ ജയിൽ അധികൃതർ ശുപാർശ ചെയ്തിരിക്കുകയാണ്. എങ്കിൽ മനസ്സിലേക്കൊരു തീപ്പൊരി പാറി വീണതുപോലെ സലീം ഒച്ചയുയർത്തി. ഇനിയാണ് തങ്കച്ചി നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അവൻ വരും. പഴയതൊക്കെ തിരിച്ചു വാങ്ങാൻ കാത്തിരിക്കണം, കരുതിയിരിക്കണം. വലയിൽപ്പെട്ടാൽ പിന്നെ അവൻ രക്ഷപ്പെടരുത്. ജന തങ്കച്ചി അത്രയും കരുതിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അല്പം കഴിഞ്ഞാണ് മറുപടി കിട്ടിയത്. നമുക്കൊന്നിച്ച് നിൽക്കാം. ഒന്ന് മൂളിയിട്ട് സലീം ഫോൺ വെച്ചു. അനുജന്മാരും കർണനോടും വിവരം പറഞ്ഞു. അവരുടെ മുഖത്തും ആശങ്ക തിങ്ങി. ഇനി ഒറ്റയ്ക്കാരും പുറത്തു പോകരുത് സലീം നിർദ്ദേശിച്ചു. ആ നേരത്ത് തങ്ങളുടെ വാടക വീടിൻ്റെ തിണ്ണയിലിരിക്കുകയായിരുന്നു പ്രിൻസും ഇന്ദിരാമയും മന്യയും. തന്നെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുകയായിരുന്നു മന്യ. പെട്ടെന്ന് മുറ്റത്തൊരു നിഴൽ പിടച്ചു. ആരാ? പ്രിൻസ് ചാടി എഴുന്നേറ്റു. ഞാനാ. കേട്ട മറന്ന ശബ്ദം. തിണ്ണയിലെ ലൈറ്റ് അണയ്ക്ക്. ചതിയാണോ? പ്രിൻസിനൊരു സംശയം. ആരാണെന്ന് പറയൂ. മറുപടിയായി കിട്ടത് ഒരു സീൽക്കാരം. പ്രിൻസ് പെട്ടെന്ന് ലൈറ്റ് അണച്ചു. ആ മനുഷ്യൻ മുന്നോട്ട് വന്നു. മങ്ങിയ ഇരുട്ടിലും ഉറുമിയുടെ തിളക്കം. വാസു. അയാൾ തിണ്ണയിൽ കയറി. എവിടെയായിരുന്നു നീ ഇതുവരെ? ചോദിച്ചത് ഇന്ദിരാമയാണ്. ഒത്തിരി അകലെ. അതൊക്കെ പിന്നെ പറയാം. ഇപ്പോഴത്തെ എൻ്റെ വരവ് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല. അവസാനത്തെ അംഗത്തിന് സമയമായെന്ന് അറിയിക്കാൻ. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കേണ്ടേ പ്രമാണിക്ക്? അച്ഛൻ വരുന്നതിന് മുമ്പ്. അതിനിപ്പോൾ ഒന്നും അറിഞ്ഞില്ല അല്ലേ? ഈട്ടിക്കാടൻ സുരേന്ദ്രൻ വരുന്നു. എൻ്റെ പപ്പാജി മുതലാളി വരുന്നു. പ്രിൻസ് മാത്രമല്ല, ഇന്ദിരാമയും കോരു ധരിച്ചു. വാസു, നീ പറയുന്നത്? ഇന്ദിരാമയ്ക്ക് വാക്കുകൾ കിട്ടിയില്ല. സത്യം. ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എത്തും. നീ ഇതെങ്ങനെ അറിഞ്ഞു? ജയിലിൽ ചാടിയവനാണ് ഞാനെങ്കിലും ജയിലിനുള്ളിൽ എന്നെ ഇഷ്ടപ്പെടുന്ന സാറന്മാരുണ്ടെന്ന് കൂട്ടിക്കോ. ഫോണിലൂടെ ഞാൻ അവരുമായി സംസാരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രതിജ്ഞ. പ്രിൻസ് അകത്തേക്കോടി. ഫോൺ എടുത്തു. ആദ്യം കുത്തിയത് ഇറപ്പുഴ സലീമിൻ്റെ നമ്പർ. സലീമിനെ തന്നെ കിട്ടി. ഞാൻ പ്രമാണി, നിനക്കറിയാമല്ലോ. 48 മണിക്കൂർ എൻ്റെ ബസ്സുകൾ എനിക്ക് തിരിച്ചു കിട്ടണം. അവ നീ എൻ്റെ മുന്നിൽ കൊണ്ടു തരണം.
എൻ്റെ അളിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കണ്ടീഷനിൽ തന്നെ. അല്ലെങ്കിൽ പിന്നെ നീ കാണുന്നത് പ്രമാണിയായിരിക്കില്ല. ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് തീർക്കുന്ന ക്ഷത്രിയനെ. ഓർമ്മിച്ചോ? മറുപടിക്ക് കാക്കാതെ ഫോൺ കട്ട് ചെയ്ത് കുന്നിമേലേക്ക് വിളിച്ചു. നഗലിനെയാണ് കിട്ടിയത്. ഫോൺ ആ കിഴവിക്ക് കൊടുക്കടാ, തങ്കച്ചി പിശാചിന്. നിങ്ങൾ ആരാ? കുന്നിന്മേൽ ചന്ദ്രദത്തൻ. ചത്തുപോയ നിന്റെ തന്ത. അപ്പുറത്ത് ഒരു മാത്രം നിശബ്ദത. പിന്നെ കേട്ടത് തങ്കച്ചിയുടെ ശബ്ദം. ആരാണ്? പ്രമാണി, ഈട്ടിക്കാടൻ പ്രിൻസ്. കള്ളത്തരത്തിലൂടെ നീ സ്വന്തമാക്കിയിരിക്കുന്ന ഈട്ടിക്കാട്ടെ ബംഗ്ലാവിൽ മറ്റന്നാൾ രാവിലെ ഞാൻ താമസം തുടങ്ങും. അതിനു മുമ്പ് നിങ്ങൾ തന്നെ അതെൻ്റെ പേരിൽ എഴുതി തരണം. അല്ലെങ്കിൽ അമ്മയേക്കാൾ പ്രായമുണ്ട് നിങ്ങൾക്കെന്ന് ഓർക്കില്ല ഞാൻ. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. കുന്നിന്മേലും ഇറപ്പുഴയിലും അന്ന് പിന്നീട് ഫോണുകൾക്ക് വിശ്രമേ ഇല്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ പ്രിൻസ് തെക്കേമലയിൽ സുരേഷിൻ്റെ ഹെയർ കട്ടിംഗ് സെൻറ്ററിലെത്തി. എന്താ പ്രമാണി, കട്ടിംഗ് ആണോ? സുരേഷ് തിരക്കി. അല്ല, ഷേവിങ്. എന്തു പറ്റി? പെട്ടെന്ന് താടി വടിക്കാൻ. അച്ഛൻ വരുന്നു. ഈ രൂപത്തിൽ എന്നെ കണ്ടാൽ കലിയിളകും. സുരേഷ് പ്രിൻസിൻ്റെ താടി വടിച്ചു. മീശയുടെ കുറച്ച് കട്ട് ചെയ്തു. പ്രിൻസ് മീശ പിരിച്ചു വെച്ചു. വീട്ടിലെത്തിയ ഉടനെ അവൻ ഡ്രൈ ക്ലീൻ ചെയ്തു വെച്ചിരുന്ന മുണ്ടും ജുബയും എടുത്തു. ഹാഫ് ഷൂവും ധരിച്ച് കണ്ണാടിക്ക് മുൻപിൽ നിന്നു. കൊള്ളാം. ഇത് പ്രമാണിയോ അതോ ക്ഷത്രിയനോ? പിന്നിൽ നിന്ന് ഒരു പതിഞ്ഞ ചോദ്യം. അവൻ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി നിൽക്കുന്നു മന്യ. കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ ഒരു കടലിരമ്പുന്നു. പതിയെ ഒന്ന് ചിരിച്ചിട്ട് അവൻ വേഗം ദൃഷ്ടികൾ മാറ്റി. മന്യയുടെ കണ്ണുകളിൽ കാന്തത്തിൻ്റെ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് അവൻ അറിഞ്ഞിരുന്നു. മുറിയിലേക്ക് വന്ന ഇന്ദിരാമ്മയും മകനെ കണ്ട് ഒരു നിമിഷം നിന്നുപോയി. ഈട്ടിക്കാടൻ സുരേന്ദ്രൻ 30 വർഷം പിന്നിൽ നിൽക്കുന്നത് പോലെ. എന്താ അമ്മേ? ഒന്നുമില്ലടാ. ഇന്ദിരാമ്മയുടെ കണ്ണുകൾ നനഞ്ഞു. അന്ന് പ്രിൻസ് ഉദയനെയും ഗോപിയെയും കണ്ട് ചില കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചു. സുഹൃത്തുക്കളായ ഓട്ടോ ഡ്രൈവർമാരെയും ഏൽപ്പിക്കാൻ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു. ആ നേരത്ത് തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള ഒരു ടെമ്പോ വാൻ കുന്നിന്മേൽ എത്തിക്കഴിഞ്ഞിരുന്നു. അതിൽ നിന്ന് 12 വാടക ഗുണ്ടകൾ ഇറങ്ങി. ജന്ന, തങ്കച്ചിയും ടോണിയും നകുലനും കാത്തു നിൽക്കുകയായിരുന്നു. സിറ്റിംഗ് റൂമിൽ വെച്ച് തങ്കച്ചി അവരോട് പറഞ്ഞു, ഇനി മുതൽ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കണം. ചോദിക്കുന്ന പണം ഞാൻ തരും. അവർ തലയാട്ടി. അവർക്ക് പണം കിട്ടിയാൽ മതി. ജോലി ഏതായാലും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഇറപ്പുഴ ബംഗ്ലാവിലും പരിസരത്തും ആറ്റുതീരത്തും വരെ ഉണ്ടായിരുന്നു ഗുണ്ടാ സംഘങ്ങൾ. കൂടാതെ നദിയിലൂടെ യാത്രക്കാർ എന്ന രൂപത്തിൽ വള്ളത്തിൽ സദാ സഞ്ചരിക്കുന്ന ഒരു സംഘം വേറെയും. ഓരോ വിവരവും അപ്പോൾ തന്നെ കർണൻ പ്രിൻസിനെ അറിയിച്ചുകൊണ്ടുമിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ പ്രിൻസിന്റെ ഫോൺ വീണ്ടും തങ്കച്ചിയെ തേടിയെത്തി. ഇനി 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫീസ് അടയ്ക്കും. അതിനുള്ളിൽ എൻ്റെ പേരിൽ പ്രമാണം രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ എത്തിക്കുമല്ലോ അല്ലേ? ഭാ, ഒരാട്ടായിരുന്നു തങ്കച്ചി. നീ എന്താടാ കൊച്ചനെ എന്നെക്കുറിച്ച് കരുതിയത്? നിന്റെ ഓലപ്പാമ്പ് കണ്ടാൽ പേടിക്കുമെന്നോ? അതിന് വേറെ ആളെ നോക്കടാ. സന്തോഷം. അപ്പോൾ പിന്നെ പറഞ്ഞത് മറക്കണ്ട. നാളെ രാവിലെ ഞാൻ ഈട്ടിക്കാട്ടേക്ക് താമസം മാറ്റും. ഫോൺ കട്ടായി. തങ്കച്ചി ഉടൻ തന്നെ സലീമിനെ വിളിച്ച് കാര്യം പറഞ്ഞു. തങ്കച്ചി സൂക്ഷിക്കണം. അവൻ ആ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യേ, ഇങ്ങോട്ട് പോര്. നമുക്ക് ഇവിടെ ഇരുന്ന് പുതിയ തന്ത്രങ്ങൾ ആലോചിക്കാം. തങ്കച്ചി അവിടേക്ക് പുറപ്പെട്ടു. കാറിൽ അവരും ടോണിയും നകുലനും മാത്രം. പിന്നിൽ ഗുണ്ടകളുടെ ടെമ്പോ വാൻ. വഴിയിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സലീമും തങ്കച്ചിയും ഒരു മുറിയിൽ കയറി. രാത്രിയിൽ ഒരു കാരണവശാലും അവൻ ഈട്ടിക്കാട്ട് ബംഗ്ലാവിൽ കടക്കരുത്. കുറച്ചാളുകളെ അവിടെ നിർത്തണം. സലീം പറഞ്ഞു. തങ്കച്ചി സമ്മതിച്ചു. അഥവാ അവൻ അതിക്രമിച്ച് കയറിയാൽ നമുക്ക് പോലീസിന്റെ സഹായം തേടാം. നേരം സന്ധ്യയാകുവോളം തങ്കച്ചി ഇറപ്പുഴ കഴിഞ്ഞു. പിന്നീട് മടക്കയാത്ര. ആദ്യം ഈട്ടിക്കാട്ടേക്ക്. ഗുണ്ടകളിൽ 6 പേരെ അവിടെ ഇറക്കി. അവർക്ക് തിന്നാനും കുടിക്കാനുമുള്ളതുമൊക്കെ എത്തിക്കാനും ഏർപ്പാടാക്കി. പിന്നെ കുന്നിന്മേലേക്ക്. അല്പദൂരം കഴിഞ്ഞപ്പോൾ ഒരു കലിങ്കിന് പിന്നിൽ നിന്ന് എന്തോ കിലുക്കത്തോടെ ടെമ്പോ വാനിൻ്റെ അടിയിലേക്ക് ചിതറി വീണു. അതാരും കണ്ടില്ല. 1 മിനിറ്റ് കഴിഞ്ഞു കാണും. വാനിൻ്റെ വേഗം കുറഞ്ഞു. എന്തു പറ്റി? ഒരാൾ ഡ്രൈവറോട് തിരക്കി. ടയർ പഞ്ചറായെന്ന് തോന്നുന്നു. ഡ്രൈവർ ഇറങ്ങി നോക്കി. പിന്നിലെ 2 ടയറുകളും പഞ്ചറായിരിക്കുന്നു. ആ നിമിഷം പിന്നിലൂടെ വന്ന മറ്റൊരു ടെമ്പോ വാൻ മുന്നിൽ കടന്ന് കാറിന് പിന്നാലെ പോയി. ഇടയ്ക്ക് തങ്കച്ചി തിരിച്ചു നോക്കിയപ്പോൾ വാൻ ഒപ്പമുണ്ട്. ഇതാരോ പണി വെച്ചതാ, ഗുണ്ടകളുടെ ഡ്രൈവർ പറഞ്ഞു. അതാരാ? അവർ പരസ്പരം നോക്കി. ഞങ്ങളാണേ. റോഡിന് ഇരുവശത്ത് നിന്നും കുപ്പികൾ ചീറി വന്നു. അത് വാനിലിടിച്ച് ചിതറിത്തെറിച്ചു. പെട്രോളിൻ്റെ രൂക്ഷഗന്ധം. അടുത്ത നിമിഷം ഇരുളിൽ ഒരു തീപ്പന്തം തെളിഞ്ഞു. ഒരാളിക്കത്തൽ.
ടെമ്പോ വാനിനെ വിഴുങ്ങി ഗുണ്ടകൾ ചകിതരായി. ഓടിക്കോടാ, സ്ഥലമറിയാത്ത അവർക്ക് റോഡിലൂടെ അല്ലാതെ ഓടാൻ പറ്റുമോ? വിടരുതവന്മാരെ! ഇരുഭാഗത്തു നിന്നും ആളുകൾ കുറുവടികളും മറ്റുമായി ചാടി വീണു. വാൻ കത്തിയെരിയുന്ന വെളിച്ചത്തിൽ ഉദയനും കൂട്ടരും ഗുണ്ടകളെ തിരിഞ്ഞു പിടിച്ച് തല്ലാൻ തുടങ്ങി. ജെന്ന് തങ്കച്ചി കുന്നിന്മേൽ മടങ്ങിയെത്തി. കാറിന് പിന്നിൽ ടെമ്പോ വാന് നിന്നു. തങ്കച്ചിയും ടോണിയും നകുലനും ഇറങ്ങിയിട്ട് പറഞ്ഞു, അകത്തോട്ട് വാ, ആദ്യം വല്ലതും കഴിക്കാം. അവർ മുന്നിൽ നടന്നു. പിന്നാലെ വാനിൽ വന്നവരും. അവർ മുറിയിൽ കയറി. നിങ്ങൾക്ക് കുടിക്കാൻ വേണമായിരിക്കുമല്ലോ, ആ അലമാരയിലുണ്ട്. തങ്കച്ചി തിരിഞ്ഞു നോക്കാതെ അലമാരയ്ക്ക് നേരെ കൈ ചൂണ്ടി. കുടിക്കുന്നതല്ലടി, കുടിപ്പിക്കുന്നതാടി ഞങ്ങൾക്കിഷ്ടം. കഴിവറുടെ മോളെ. ഇടിവെട്ടും പോലെ ഒരലർച്ച. മൂവരും നടുങ്ങി തിരിഞ്ഞു. ഈട്ടിക്കാടൻ പ്രിൻസിനെയും സംഘത്തെയും കണ്ടപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറി. നീ നീ ജന തങ്കച്ചിയുടെ ശബ്ദം വിറപൂണ്ടു. എന്തു ചെയ്യാൻ തങ്കച്ചി? നിങ്ങൾ എന്നെ ഇവിടേക്ക് വരുത്തിയതല്ലേ? പ്രിൻസ് പതുക്കെ ചിരിച്ചു. നാളെ എനിക്ക് ഈട്ടിക്കാട്ട് കയറി താമസിക്കണ്ടേ? അതിന് എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണ്ടേ? ജന തങ്കച്ചിയുടേത് മാത്രമല്ല, ടോണിയുടെയും നകുലിന്റെയും മുഖത്തെ ചോരമയം വാർന്നുപോയി. തങ്ങളുടെ പിന്നാലെ വാനിൽ വന്നത് തങ്ങളുടെ ആളുകളല്ലേ? അവർക്ക് പിന്നെ എന്ത് സംഭവിച്ചു? ചിന്തിക്കുന്നത് നിങ്ങളുടെ കൂലിപ്പട്ടാളത്തെക്കുറിച്ചാണെങ്കിൽ അവരിനി വരില്ല തങ്കച്ചി. പ്രിൻസ് ജുബയുടെ കഴുത്തൊന്ന് വലിച്ചിട്ടു. തങ്കച്ചി പെട്ടെന്ന് സെൽഫോൺ എടുത്തു. എന്നാൽ പ്രിൻസിന് പിന്നിൽ നിന്നിരുന്ന ഓട്ടോ ഡ്രൈവർ സുലൻ മുന്നോട്ട് ചാടി അത് പിടിച്ചു വാങ്ങി. ഇപ്പോൾ ഭിക്ഷക്കാരുടെ പോലും കയ്യിലിരിക്കുന്ന ഈ സാമാനം കാണുമ്പോൾ എൻ്റെ എങ്ങാണ്ടൊക്കെ ചൊറിഞ്ഞു വരും. അവനത് തറയിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഫോൺ ചിതറിപ്പോയി. പ്രിൻസിൻ്റെ കൂടെയുണ്ടായ ഓട്ടോ ഡ്രൈവർമാർ മൂവർക്കും ചുറ്റും ഒരു വലയം തീർത്തു. ഈ രാത്രി ഒത്തിരി ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. പ്രിൻസ് കീശയിൽ നിന്ന് കുറച്ച് മുദ്രപത്രങ്ങൾ എടുത്തു. എല്ലാം മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. ഈട്ടിക്കാട് തറവാട്ട് നിങ്ങൾ എനിക്ക് തിരിച്ചെഴുതി തരാൻ പോവുകയാണ് ഈ നിമിഷം. ഒന്ന് പോട ചെറുക്ക. ഈ തങ്കച്ചിക്ക് കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അവർ ചീറി. ഛേ, ഇത് വലിയ ശല്യമാകുമല്ലോ. എനിക്കാണെങ്കിൽ പെണ്ണുങ്ങളെ തല്ലുന്നത് ഇഷ്ടമേയല്ല. പ്രിൻസ് കൈവിരലുകൾ കോർത്ത് നൊട്ടവിട്ടു. അതിനല്ലേ ഞാനുള്ളത്. ഒരു ശബ്ദം. ഏവരും തിരിഞ്ഞു നോക്കി. വാതിൽപ്പടിയിൽ 3 വെള്ളിസർപ്പങ്ങൾ ചീറ്റിപ്പുണഞ്ഞു. ഉറുമി വാസു. ടോണി ഭീതിയോടെ പറഞ്ഞു, അതേടാ, ഈ ഉറുമി തേടി ഒരിക്കൽ വന്നത് നീയൊന്നും മറന്നിട്ടില്ലല്ലോ. ടോണിയും നകുലനും തല കുനിച്ചു. അയാൾ മുന്നിലെത്തി. പ്രമാണി, ഒരു പുതുമയുള്ള കലാപരിപാടിയാണ് ഞാൻ ഇവിടെ നടത്താൻ പോകുന്നത്. അയാൾ ചുറ്റും ഒന്ന് നോക്കി. ജെന്നു തങ്കച്ചിയല്ല, ഇവരുടെ അമ്മൂമ്മ തങ്കച്ചി വരെ നമ്മൾ പറയുന്നത് കേൾക്കും. അത് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രമാണി പുറത്തേക്ക് ഇറങ്ങിക്കോ. പ്രിൻസ് പിന്തിരിഞ്ഞു. മുദ്രപത്രങ്ങൾ സുലനെ ഏൽപ്പിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ തങ്കച്ചി? കത്തുന്ന ഒരു നോട്ടമേ അവരിൽ നിന്നുണ്ടായുള്ളൂ. വാസു ഓട്ടോക്കാരുടെ നേരെ തിരിഞ്ഞു. കുഞ്ഞുങ്ങളെ, ഈ നിൽക്കുന്ന പരേതാത്മാക്കളാകാൻ പോകുന്ന ജീവനുള്ള ആത്മാക്കളെ ഒന്ന് കൂട്ടിക്കെട്ടിക്കേ. അയാൾ പ്ലാസ്റ്റിക് കയർ എടുത്തു കൊടുത്തു. ജെന്നു തങ്കച്ചി പൊടുന്നതിന് ബാഗിൽ നിന്ന് റിവോൾവർ വലിച്ചെടുത്ത് ചൂണ്ടി. ആരാണ് പരേതാത്മാവാകുന്നതെന്ന് കാണിച്ചു തരാമടാ. പക്ഷെ പിന്നിൽ നിന്നിരുന്ന താഴെപ്പറമ്പിൽ മോൻസി കാലുമടക്കി ഒരടി. റിവോൾവർ തെറിച്ചുപോയി. അടങ്ങി നിന്നോ വല്യമ്മേ. ഓട്ടോ ഡ്രൈവർമാർ പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കത്തക്ക വിധത്തിൽ മൂവരെയും ചേർത്ത് കെട്ടി. എതിർത്ത ടോണിക്കും നകുലനും തല്ലുകിട്ടി. ഇനി നിങ്ങൾ വന്ന വാനിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് സീറ്റിനടിയിൽ, ഇങ്ങെടുത്തോണ്ട് വാ. 2 പേർ പുറത്തേക്ക് പോയി. സിറ്റൗട്ടിൽ അക്ഷമയോടെ നിൽക്കുകയാണ് പ്രിൻസ്. അവർ ചാക്ക് കീറി ചുറ്റിയ ടയർ പോലെ ഒരു സാധനം കൊണ്ടുവന്ന് വാസുവിൻ്റെ മുന്നിൽ വെച്ചു. അഴിക്ക്. ചാക്കിൻ്റെ പീസ് അഴിച്ചു മാറ്റിയപ്പോൾ സകലരും നെറ്റിച്ചുളിച്ചു. വേലി കെട്ടുന്ന മുൾക്കമ്പി. ഇതെന്തിനാ വാസുവണ്ണ? സുലൻ ചോദിച്ചു. കാണാൻ പോകുമല്ലേ നീ? സമയം വെറുതെ കളയണോ? വാസു തങ്കച്ചിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി. പ്രമാണങ്ങളിൽ ഒപ്പിടുന്നോ മുത്തശ്ശി? ഭാ, കണ്ടോ, ഇതാടാ പിള്ളേരെ കുഴപ്പം. പ്രായമാകുമ്പോൾ ചില പെണ്ണുങ്ങൾ ഇങ്ങനെയാ. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ മുള്ളുകമ്പി കൊണ്ട് ഇവരുടെ കാല് മുതൽ നെഞ്ചുവരെ നോവിക്കാതെ ഒന്ന് ചുറ്റിക്കേ. കൈകൾ പുറത്തുണ്ടാവണം. 2 അറ്റത്തും 2 മീറ്റർ നീളം ബാക്കി നിർത്തിയേക്കണം. 2 പേർ മുൾക്കയർ നിവർത്തും. ആരോമൽ ചേകവർ കച്ച ചുറ്റുന്നത് പോലെ ഇങ്ങോട്ട് ചുറ്റടാ. ചിറയിൽ അമ്പൂറ്റിക്ക് ആവേശമായി. അവർ മൂവരുടെയും കാൽമുട്ട് മുതൽ തോളകം വരെ കൈകൾ പുറത്താക്കി നിമിഷത്തിനുള്ളിൽ മുൾക്കയർ ചുറ്റിക്കഴിഞ്ഞു. 2 അറ്റത്തും 2 മീറ്ററോളം നീട്ടിപ്പിടിക്കുകയും ചെയ്തു. ഒന്നനങ്ങിയാൽ കൂർത്ത ഇരുമ്പ് മുള്ളുകൾ ശരീരത്തിൽ തുണഞ്ഞിറങ്ങും. മൂവരും ശ്വാസം കഴിക്കുന്നത് പോലെ നിയന്ത്രിച്ചു. തങ്കച്ചിയെ, നിങ്ങൾ പാലാഴിമഥനം എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒന്ന് നടക്കാൻ പോവുക ഇവിടെ. മന്ദരപർവ്വതത്തിന് പകരം മത്തായിട്ട് നിങ്ങൾ 3 പേരും.
വാസുകിക്ക് പകരമായി മുൾക്കയർ. കടച്ചിൽ തുടങ്ങിക്കഴിഞ്ഞ 3 തരം പലതും ഉയർന്നു വരും. തറയിൽ നിന്നല്ല, നിങ്ങളുടെ നാവിൽ നിന്ന്. ഈ 2 പേരുകൂടി പിടിക്കടാ പിള്ളേരെ. അങ്ങനെ 3 പേർ വീതം മുൾക്കയറിൻ്റെ ഓരോ അഗ്രത്തിലും പിടിച്ചു. ചാക്ക് ചുറ്റിയാണ് അവർ പിടിച്ചത്. മദനം തുടങ്ങിക്കോ. കേൾക്കാത്ത താമസം ഇരു കൂട്ടരും ആഞ്ഞു വലിക്കാൻ തുടങ്ങി. മത്ത് കറങ്ങുന്നത് പോലെ മൂവരും മുൾക്കയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി. അവരുടെ നിലവിളി ആ കെട്ടിടത്തെ ആകെ പിടിച്ചു കുലുക്കി. കമ്പിത്തുണ്ടുകൾ തുളഞ്ഞിറങ്ങി, മാംസം പിളർന്ന് ചോര കിനിഞ്ഞു. 1000 ചുണ്ടകൾ ഒന്നിച്ചു കോർത്ത് വലിക്കപ്പെടുന്നത് പോലെ. തറവാട് തിരിച്ചു കൊടുത്തേക്ക എന്ന് പറ ആൻറ്റി. ടോണിക്കും നകുലനും വേറെ നിവൃത്തിയില്ലാതായി. തങ്കച്ചി അസ്ഥിയിൽ നിന്ന് മാംസം ഇളകി തുടങ്ങിയിട്ടും അല്പം കൂടി പിടിച്ചു നിന്നു. മൂവരുടെയും വസ്ത്രങ്ങൾ ചോരയിൽ കുതിർന്നു. നിർത്തിനട പട്ടികളെ. അവസാനം തങ്കച്ചി അലറി. നിനക്കൊക്കെ വേണ്ടത് തന്നേക്കാം. നിർത്ത്, വാസു പറഞ്ഞു. കടച്ചിൽ നിന്നു. ഒപ്പിടാൻ ആ പ്രമാണങ്ങളും പേനയും മറ്റു കൊണ്ടുവാ. സുലൻ മേശപ്പുറത്ത് വെച്ചിരുന്ന പ്രമാണങ്ങളും പേനയും കൊണ്ടുവന്നു. തങ്കച്ചിയുടെ കൈകളിലേക്ക് ഒലിച്ചിറങ്ങിയ ചോര ഒരു തുണി കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് വാസു പേന കൊടുത്തു. അയാൾ കാണിച്ച ഭാഗങ്ങളിലൊക്കെ തങ്കച്ചി ഒപ്പുവെച്ചു. ഇനിയൊരു പരീക്ഷണം വേണ്ട. വാസു പോക്കറ്റിൽ നിന്ന് സ്റ്റാമ്പ് പാഡ് കൂടി എടുത്തു. തങ്കച്ചിയുടെ തള്ളവിരൽ അതിൽ മുക്കി പ്രമാണങ്ങളിൽ പതിപ്പിച്ചു. ഓക്കെ, ഈ ഭാഗം ക്ലീനായി. പക്ഷെ ഒരു കാര്യം കൂടി അറിയണം ഞങ്ങൾക്ക്. ശങ്കറിന്റെ വീടും വസ്തുവും നിങ്ങൾ സ്വന്തമാക്കിയത് എങ്ങനെയാണ്? എന്തിനാണ് ആ കുടുംബം ആത്മഹത്യ ചെയ്തത്? ആരും മിണ്ടിയില്ല. മദനം വീണ്ടും തുടങ്ങണോ? വേണ്ട, പറയാം. നകുലനാണ് നാവനക്കിയത്. പറഞ്ഞോ. നകുല, തങ്കച്ചിയുടെ താക്കീത്. വേണ്ട, ഞാൻ പറയും. എനിക്കിങ്ങനെ ചാകാൻ വയ്യ. തുടർന്ന് നകുലൻ എല്ലാം പറഞ്ഞു. പുറത്തു നിന്നിരുന്ന പ്രിൻസ് ഇത് കേട്ടു. ഈശ്വരാ, അവൻ്റെ നെഞ്ചു പൊടിഞ്ഞു, കണ്ണു നനഞ്ഞു, ചുണ്ടുകൾ വിറച്ചു. പണിപ്പെട്ട് അവൻ ചുണ്ടുകൾ കടിച്ചമർത്തി. ആ അമർത്തലിന് ശക്തിയേറി. ശരീരം മുഴുവൻ ആ ശക്തി പടർന്നു കയറി. കഴിവരുടെ മക്കളെ. അലറിക്കൊണ്ട് അവൻ അകത്തേക്ക് കുതിച്ചു. വാസുവും ഓട്ടോ ഡ്രൈവർമാരും പിന്നോട്ട് മാറി. പ്രിൻസ് ചാടി ഉയർന്ന് ആഞ്ഞൊരു ചവിട്ട്. മൂവരും അലറിക്കൊണ്ട് നിലത്തി വീണു. ഇരുമ്പ് മുള്ളുകൾ മാംസത്തിൽ വീണ്ടും തുളഞ്ഞിറങ്ങി. വീണ്ടും അവൻ കാലുയർത്തി. പക്ഷേ വാസു ഇടയ്ക്ക് കയറി. വേണ്ട പ്രമാണി, ഇവർ ചത്തുപോകും. അത് പാടില്ല. ശരീരം മുഴുവൻ പുഴുത്തളിഞ്ഞ് ഇഞ്ചിഞ്ചായി ഇവർ മരിക്കണം. പ്രിൻസ് സ്വയം അടക്കാൻ പാടുപെട്ടു. വാസു അവരെ നോക്കി. ഈ മുൾക്കയർ സ്വയം അഴിച്ച് രക്ഷപ്പെട്ടോ? പക്ഷേ പോലീസിലെങ്ങാനും പോയാൽ അറിയാമല്ലോ എന്നെ. ഈ ഉറുമി കൊണ്ട് 3ന്റെയും തലയരിയും. എന്നിട്ട് ശരീരങ്ങൾ പോലീസിന് കൊടുക്കും. ശങ്കറിന്റെ കുടുംബം തകർത്ത കുറ്റത്തിന്. അയൽ പ്രിൻസിന്റെ കരം കവർന്നു. പോകാം പ്രമാണി. പ്രിൻസ് ഒരു വട്ടം കൂടി ജന്ന തങ്കച്ചിയെ നോക്കി കൈ ചൂണ്ടി. ഈട്ടിക്കാട്ട് താമസം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ വരും. അതിനു മുമ്പ് വേണ്ടതെടുത്തുകൊണ്ട് സ്ഥലം വിട്ടോണം. ആ നേരത്തെ ഈട്ടിക്കാട്ട് തങ്കച്ചി ഇറക്കി വിട്ട ഗുണ്ടകൾ തീറ്റയും കുടിയും ഒക്കെ കഴിഞ്ഞ് സിറ്റൗട്ടിൽ വട്ടം വിട്ടിരുന്ന് ചീട്ട് കളിക്കാൻ ഭാവിക്കുകയായിരുന്നു. ഒരു വാഹനം ഗേറ്റ് കടന്നു വന്നപ്പോൾ അവർ തിരിഞ്ഞു. അത് പോർച്ചിന് പുറത്തു നിന്നു. തങ്ങളുടെ വാനാണ് അതെന്ന് തിരിച്ചറിഞ്ഞ് ഒരാൾ ഇറങ്ങി വന്നു. ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് ഉദയൻ തല നീട്ടി. നിങ്ങളുടെ വാനല്ലേ ഇത്? തന്നെ. അവൻ അകത്തെ ലൈറ്റ് ഇട്ടു. പുറകുവശം തുറന്നു നിന്ന് നോക്കിക്കേ. നിങ്ങളുടെ ആളുകളാണോ എന്ന് അയാൾക്ക് സംശയം തോന്നി. വേഗം ചെന്ന് വാനിന്റെ പിൻഭാഗം തുറന്നു നോക്കി. അവിടെ കീറ ചാക്കുകെട്ടുകൾ പോലെ തല്ലി തകർത്തിട്ടിരിക്കുന്ന തങ്ങളുടെ ആളുകൾ. വരിനടാ, അയാൾ സിറ്റൗട്ടിൽ ഇരുന്നവരോട് വിളിച്ചു പറഞ്ഞു. അപകടം മണത്തറിഞ്ഞ് അവരും ഓടിയെത്തി. അപ്പോഴേക്കും ഗേറ്റിൽ ആരവം കേട്ടു. തിരിയുമ്പോഴേക്കും അടി വീണു. 5 മിനിറ്റ്. അവിടെ ഉണ്ടായിരുന്നവരും വീണു. ഗോപി അട്ടഹസിച്ചു. തിരുവനന്തപുരത്തെ ഗുണ്ടാ കഴിവേറികളെ, ഈ നിമിഷം തിരിച്ചു പൊക്കോണം. ഈ ജില്ലയിൽ കണ്ടുപോകരുത്. പോകാമോടാ? അയാൾ ഒരുവിനെ പിടിച്ചു പൊക്കി. പോകാം. ആ പിന്നെ, ഉദയൻ പറഞ്ഞു. പിന്നിലെ ടയർ 2 പഞ്ചറാ. അതുകൊണ്ട് റിമ്മേൽ വണ്ടി ഓടിച്ചു പോകുന്നത് കൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല. എങ്കിൽ കയറിക്കോ. പ്രാണരക്ഷാർത്ഥം ഗുണ്ടകൾ കയറി. വാനിൻ്റെ പിൻഭാഗം തറയിൽ ഉരഞ്ഞു. എന്നിട്ടും അവർ അത് ഓടിച്ചു പോയി. പിറ്റേന്ന് ഈട്ടിക്കാടൻ പ്രിൻസും ഇന്ദിരാമയും മന്യയും അവിടെ താമസമാക്കി. സത്യജിത്തും ശ്വേതയും വന്നിട്ടുണ്ടായിരുന്നു. ജിത്ത് പ്രിൻസിൻ്റെ കയ്യിൽ പിടിച്ചു. എനിക്ക് പറ്റിയ തെറ്റ് അളിയൻ തിരുത്തി. ഇനി ഒന്നുകൂടിയുണ്ട്. ബസ്സുകൾ. എന്നോട് പൊറുക്കണം അളിയൻ. പ്രിൻസ് ഒന്ന് മൂളി. മുത്തോട്ടോ ഗേറ്റ് കടന്നു വന്നു. പ്രിൻസ് അങ്ങോട്ട് നോക്കി. അതിൽ നിന്ന് സുലൻ ഇറങ്ങി. പ്രമാണി, തങ്കച്ചിയും അനന്തരവന്മാരും പോയി രാവിലെ തന്നെ. പ്രിൻസ് അപ്പോഴും മൂളി. അവൻ്റെ മനസ്സിലപ്പോൾ അടുത്ത ഇരകളായിരുന്നു സലീം ബ്രദേഴ്സ്. രാവിലെയാണ് അവരും വിവരം അറിയുന്നത്. പ്രിൻസ് ഈട്ടിക്കാട്ട് തറവാട് പിടിച്ചെടുത്തു. തങ്കച്ചിയും മറ്റും നാട് വിട്ടു. സലീമിന് ഉൾഭയം തോന്നി.
പ്രിൻസ് അവൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു. അടുത്ത ഉന്നം താനാവും. ഇനി പോലീസിന്റെ സഹായം കൂടി വേണം. പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് ഇരമ്പി വന്നു. സിറ്റൗട്ടിൽ നിന്ന് സലീം നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു കാക്കിധാരി ഇറങ്ങി. സലീമിന്റെ നെറ്റി ചുളിഞ്ഞു. രാജശേഖരൻ. അയാൾ ചിരിച്ചു. ഓർമ്മ കാണുമോ മുതലാളിക്ക്? ഞാൻ രാജശേഖരൻ. ഇപ്പോൾ ഡിവൈഎസ്പിയാ. രാവിലെ ചാർജ് എടുക്കാൻ പോകുന്ന വഴിയാ. സ്ഥലത്തെ പ്രധാന ദിവ്യനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. സലീം രാജശേഖരനെ സൂക്ഷിച്ചൊന്ന് നോക്കി. കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രിൻസിന്റെ ബസ്സുകൾ തിരിച്ചു കൊടുക്കുന്നതാ നല്ലത്. താൻ തൻ്റെ പാട് നോക്കടോ. സലീമിന് പെരുത്ത് കയറി. തന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. ഇല്ല, ഇനി ക്ഷണിക്കുകയും മരുന്ന്. അതുകൂടി പറയാനാ വന്നത്. പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇറപ്പുഴക്കാരല്ല. രാജശേഖരൻ തിരികെ ജീപ്പിൽ കയറി. അതിനിടെ അങ്ങുമിങ്ങും പണിക്കാരെന്ന ഭാവത്തിൽ നിൽക്കുന്ന ഗുണ്ടകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇറപ്പുഴ സലീം വീടിനുള്ളിലേക്ക് കയറി. അനുജന്മാരെ വിളിച്ചു കൂട്ടി. അവസാന അംഗത്തിന് നേരമായെന്ന് തോന്നുന്നു. കർണനെ വിളിക്ക്. പറ്റിയാൽ ഈ രാത്രി തന്നെ പ്രിൻസിനെ ഏഴിക്കാട്ട് ശ്മശാനത്തിൽ എത്തിക്കാൻ പറയേ. ശരി. സൂര്യൻ അപ്പോൾ തന്നെ കർണനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവൻ സ്ഥലത്തില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈട്ടിക്കാട്ട് തറവാട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷവും ആശ്വാസവും ഉണ്ടായിരുന്നു ഇന്ദിരാമയ്ക്ക്. അവർ മുറികൾ വൃത്തിയാക്കി. മഞ്ഞിയും അവരെ സഹായിച്ചു കൊണ്ടിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞു. പെട്ടെന്ന് സലീമിൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. അയാൾ നമ്പർ നോക്കി. തൻ്റെ അളിയൻ്റേത് തന്നെയാണ്. എന്താടാ? ആകെ കുഴപ്പമായി മുതലാളി. ആ ഡിവൈഎസ്പി രാജശേഖരൻ ഞങ്ങളുടെ പിന്നാലെയുണ്ട്. ഒരുവിധം രക്ഷപ്പെട്ട് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. വണ്ടിയിൽ ലോഡുണ്ടോ? ഉണ്ട്. എത്ര വണ്ടിയുണ്ട്? 4 ടെമ്പോകൾ. സലീം നെറ്റിച്ചുളിച്ചു. പിടി വീണാൽ അത് പിന്നെ രാജശേഖരൻ വിട്ടുതരില്ല. അതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ഇങ്ങെത്താൻ നോക്ക്. ഈ മതിൽക്കെട്ടിനുള്ളിൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം. ശരി മുതലാളി. ഫോൺ കീശയിലിട്ട് സലീം ഗുണ്ടകളെ വിളിച്ചു. ഗേറ്റ് തുറന്നിട്ടോ. നമ്മുടെ 4 വണ്ടികൾ അകത്ത് കടക്കും. അത് കഴിഞ്ഞ് പൂട്ടണം. പോലീസല്ല, ഏത് പട്ടാളം വന്നാലും തുറക്കരുത്. അഥവാ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ട, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. അവർ ഗേറ്റിനടുത്തേക്ക് പോയി. 15 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ 4 ടെമ്പോകളും ഗേറ്റ് കടന്നു. ഗുണ്ടകൾ അത് അടച്ചു പൂട്ടി. ജനാലയിലൂടെ ഇത് കാണുന്നുണ്ടായിരുന്നു സലീമും അനുജന്മാരും. ലൈറ്റ് അങ്ങ് അണച്ചേര്. മണൽ ഇറക്കി കഴിഞ്ഞിട്ട് മതി ഇനി വെട്ടം. ലൈറ്റുകൾ അണഞ്ഞു. സലീമും അനുജന്മാരും ഇറങ്ങി വന്നു. രാഘവ, സുജാത, വേഗം മണ്ണിറക്കടാ, സലീം ഒച്ച താഴ്ത്തി പറഞ്ഞു. പക്ഷെ മറുപടി കിട്ടിയില്ല. സലീം ടോർച്ചെടുത്ത് ടെമ്പോകൾക്കുള്ളിലേക്ക് അടിച്ചു നോക്കി. ആരുമില്ല. ഡ്രൈവർമാരുമില്ല, പണിക്കാരുമില്ല. സലീമിന് സംശയമായി. ഇത് ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ടുവന്നവരെവിടെ? പോയി ലൈറ്റ് ഇടടാ. സൂര്യൻ പോയി ലൈറ്റിട്ടു. സലീം ഗുണ്ടകളെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. അവർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി 4 പാടും ചിതറി. മതിൽക്കെട്ടിനുള്ളിലും ആറ്റുതീരം വരെയും അരിച്ചു പെറുക്കി. ആറ്റുതീരത്തിലും വള്ളത്തിലും ഉണ്ടായിരുന്ന ഗുണ്ടകൾ തീർത്തു പറഞ്ഞു. ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. വിവരമറിഞ്ഞപ്പോൾ സലീമിനും അനുജന്മാർക്കും അമ്പരപ്പേറി. അവർ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നോ? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഈ മണ്ണിറക്ക്, ഗോപിനാഥൻ ഗുണ്ടകളോട് പറഞ്ഞു. അവർ 4 ടെമ്പോകളിലേക്ക് കയറി. മണൽ അങ്ങിങ്ങും ഒഴിച്ചിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? അവർ പരസ്പരം നോക്കി. ചട്ടി കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെ. ഒരാൾ കാൽ കൊണ്ടതിൽ ഒന്ന് തട്ടി. ആ! പെട്ടെന്നൊരു വിസിൽനാദം. ടെമ്പോയിൽ കിടന്നിരുന്ന പച്ച മണൽ ഇളകി. പാമ്പ് പുളയും പോലെ. മണൽ 4 പാടും ചിതറി. ആരോ വാരി എറിയും പോലെ, അല്ലെങ്കിൽ കുരവ് പൂവ് ഉയരും പോലെ. ഗുണ്ടകൾ നിലവിളിച്ചു. അവരുടെ കണ്ണിൽ മണ്ണ് വീണ് കഴിഞ്ഞിരുന്നു. സലീമും അനുജന്മാരും കിടുങ്ങി. അതിനിടെ ഒരു കാഴ്ച കണ്ടു. 4 ടെമ്പോകളിലും മണൽ പ്രതിമകൾ പോലെ മനുഷ്യർ നിവർന്നു വരുന്നു. അവർ അതിനുള്ളിൽ കിടന്നിട്ട് ശരീരത്തിൽ മണൽ വിരിച്ചിരിക്കുകയായിരുന്നു. ചതി, അപകടം. ഇറപ്പുഴ സലീം വീട്ടിനുള്ളിലേക്ക് ഓടി. തൻ്റെ പേഴ്സണൽ റൂമിൽ കയറി. പെടുന്നനെ പിന്നിൽ വാതിലടഞ്ഞു. സലീം ഞെട്ടിത്തിരിഞ്ഞു. അവിടെ വാതിൽ ചാരി അവൻ നിൽക്കുന്നു. ഈട്ടിക്കാടൻ പ്രിൻസ്. സലീം പകച്ചു നിൽക്കുമ്പോൾ പ്രിൻസിൻ്റെ ശബ്ദമുയർന്നു. കുറേ ഗുണ്ടകളെ ചുറ്റും നിരത്തി വീട്ടിനുള്ളിൽ കയറി ഒളിച്ചിരുന്നാൽ ഞാൻ കടന്നു വരില്ലെന്ന് കരുതി അല്ലേടാ? സലീം മിടയിറക്കി. പൊടുന്നനെ അയാൾ മേശ വലിപ്പു തുറന്നു. റിവോൾവർ എടുക്കാൻ ഭാവിച്ചു. പക്ഷെ ഒറ്റ കുതിപ്പിന് പ്രിൻസ് മേശയുടെ ഡ്രോ ചവിട്ടിയടച്ചു. ഹാ! സലീമിൻ്റെ കൈപ്പത്തി അതിനടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു. കാല് മാറ്റടാ. പ്രിൻസ് ഒന്ന് ചിരിച്ചു. ചതിച്ച് നീ വാങ്ങിയ വണ്ടികൾ എനിക്ക് തിരിച്ചു വേണം. നേരത്തെയുള്ള 12.
ഈ വർഷം നീ വാങ്ങിയ 2 എണ്ണവും 3-4 വർഷം എൻ്റെ വണ്ടികൾ ഉപയോഗിച്ചില്ലേ? പുതിയ വണ്ടികൾ അതിൻ്റെ കൂലിയായിട്ട് കൂട്ടിയാൽ മതി. നടക്കില്ല. സലീം ചീറി. നീ എന്നെ കൊന്നാലും വണ്ടികൾ ഞാൻ തരില്ല. നിന്നെ ഞാൻ കൊല്ലത്തില്ല. പക്ഷെ ഇനിയുള്ള കാലം കട്ടിൽ നിന്ന് എഴുന്നേൽക്കാത്ത രൂപത്തിലാക്കിയിട്ടേ ഞാൻ പോകൂ. പ്രിൻസ് ഒന്നുകൂടി കാലമർത്തി. തൻ്റെ വിരലുകളിലെ അസ്ഥികൾ പൊട്ടിപ്പിളരുകയാണെന്ന് തോന്നി സലീമിന്. പുറത്തെല്ലാം അടിച്ചു തകർക്കുന്നതിൻ്റെ ഒച്ചകൾ കേൾക്കാമായിരുന്നു, സ്ത്രീകളുടെ നിലവിളികളും. അല്പനേരം കഴിഞ്ഞപ്പോൾ അത് നിലച്ചു. രാത്രി തന്നെ 14 ബസ്സുകളും പിടിച്ചെടുത്ത് പ്രിൻസും സംഘവും ഈട്ടിക്കാട്ടെ മുറ്റത്തെത്തിച്ചു. ബസ്സുകളുടെ പേര് മാറ്റുന്ന ജോലികൾ തിടുക്കത്തിൽ നീങ്ങി. സലീം ബ്രദേഴ്സ് എന്നെഴുതിയിരുന്ന ഭാഗത്ത് വീണ്ടും പ്രമാണി സ്ഥാനം പിടിച്ചു. രാവിലെ തന്നെ അവർ റൂട്ടിലും ഓടിത്തുടങ്ങി. ഒരു വലിയ യുദ്ധം കഴിഞ്ഞതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഈട്ടിക്കാട്ടെ സിറ്റൗട്ടിലിരുന്ന് ഉദയനോടും ഗോപിയോടും മറ്റും സംസാരിക്കുകയായിരുന്നു പ്രിൻസ്. മഞ്ഞ ഒരു ട്രേയിൽ ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. യുദ്ധം കഴിഞ്ഞെന്നത് സത്യം തന്നെ പ്രമാണി. പക്ഷേ സലീം ബ്രദേഴ്സ് അടങ്ങിയിരിക്കുമോ? എല്ലാം തല്ലി തകർക്കുകയും എല്ലാത്തിനെയും തല്ലി ചതക്കുകയും ചെയ്തിട്ടും അവർ പോലീസിൽ പരാതിപ്പെടാതിരുന്നതിന് തന്നെ ഒരു കാര്യം കാണില്ലേ? ഗോപിയാണ് ചോദിച്ചത്. പ്രിൻസ് ഒന്ന് മൂളിക്കൊണ്ട് തലകുലുക്കി. അപ്പോൾ സലീമും അനുജന്മാരും കർണനെ ഇറപ്പുഴ ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇന്ന് ഈ രാത്രി തന്നെ നീ അവനെ തീർക്കണം കർണ, ആ പ്രിൻസിനെ. ഇനി കാത്തിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. സലീം തീർത്ത് പറഞ്ഞപ്പോൾ കർണൻ വെട്ടിലായി. ഒരു കാരണം ഉണ്ടാകാതെ എങ്ങനെ ഞാൻ അവനെ ശ്മശാനത്തിൽ എത്തിക്കുവളിയാ? അതൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. അളിയൻ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. സമ്മതിക്കാതെ തരമില്ലായിരുന്നു കർണന്. എന്നാൽ അളിയൻ പൊയ്ക്കോ, സൂര്യൻ പറഞ്ഞു. ചിന്താഭാരത്തോടെയാണ് കർണൻ അവിടെ നിന്നിറങ്ങിയത്. രാത്രി ഏതാണ്ട് 11 മണിയായപ്പോൾ കർണന്റെ വീട്ടുവാതിലിൽ ആരോ തട്ടി. ആരാ? ലൈറ്റിട്ട് അവൻ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നത് ഇറപ്പുഴക്കാരുടെ ഗുണ്ടയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്താ? ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി അയാൾ അറിയിച്ചു. പ്രമാണി ഇപ്പോൾ സിമിത്തേരിയിൽ എത്തിക്കാണും. കർണൻ വേഗം ചെല്ലണം. കർണന്റെ ഹൃദയം വല്ലാതെ ഒന്ന് പിടിച്ചുയർന്നു. താൻ ചെല്ലുന്നതിന് മുമ്പ് അവർ പ്രമാണിയെ, ഈശ്വരാ ദാ വരുന്നു. കർണൻ വേഗം പിന്തിരിഞ്ഞു. അകത്ത് കയറി ഷർട്ടെടുത്തിട്ടു. ആ തിടുക്കം കണ്ട് വിനയ നെറ്റിച്ചുളിഞ്ഞു. എന്താ രാത്രിയിൽ? ഒരാവശ്യമുണ്ട്, ഒക്കെ വന്നിട്ട് പറയാം. ഗുണ്ടയുടെ പിന്നാലെ അവൻ ഇറങ്ങി. എന്നാൽ അവിടെ ഒരു മരത്തിലേക്ക് വലിച്ചു കെട്ടിയിരുന്ന കയർ കർണൻ മുറിച്ചുവിട്ടത് ഗുണ്ട കണ്ടില്ല. കയറിൻ്റെ ഒരൊറ്റം മിന്നൽ പോലെ പാഞ്ഞുപോയി. ഉദയൻ കിടന്നിരുന്ന മുറിയിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന മണ്ണ് നിറച്ച ഒരു കലം പെട്ടെന്ന് താഴെ വീണ് ചിതറി. ഉദയൻ ചാടി എഴുന്നേറ്റു. അപകടം. തിടുക്കത്തിൽ അവൻ സെൽഫോൺ എടുത്തു. കോളനിക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഗുണ്ടയും കർണനും തിടുക്കപ്പെട്ട് സിമിത്തേരിയിലെത്തി. അതിനുള്ളിൽ ഒരാൾ കുത്തിയിരിക്കുന്നത് മങ്ങിയ നാട്ടു വെളിച്ചത്തിൽ അവർ കണ്ടു. മുണ്ടും ജുബയുമാണ് അയാൾ ധരിച്ചിരിക്കുന്നതെന്നും കർണൻ തിരിച്ചറിഞ്ഞു. ഞാൻ റോഡിൽ നിൽക്കാം, അടക്കിയ ശബ്ദത്തിൽ കർണനോട് പറഞ്ഞിട്ട് ഗുണ്ട പിൻവാങ്ങി. കർണൻ സിമിത്തേരിയിൽ കടന്നു. പുഞ്ചിയിൽ തവളകളുടെ ശബ്ദം. പ്രമാണി! അടുത്ത് ചെന്നിട്ട് കർണൻ പതുക്കെ വിളിച്ചു. എന്തു പറഞ്ഞിട്ടാണ് പ്രമാണിയെ ഇറപ്പുഴക്കാരിവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ചതിയാണ്. എൻ്റെ സീതമോളെ കൊന്ന സലീം ഇവിടെ വരാതിരിക്കില്ല. ഈ കുഴിമാടത്തിന് മുന്നിൽ വെച്ച് തന്നെ എനിക്ക് അവനെ തീർക്കണം. അതിനുവേണ്ടി പ്രമാണി ഒന്ന് അഭിനയിക്കണം. പ്രിൻസ് മിണ്ടിയില്ല. കർണൻ തുടർന്നു. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണൂ അവർ. നമുക്ക് പരസ്പരം അടി കൂടുന്നതായിട്ട് ഭാവിക്കാം. എന്നിട്ട് പ്രമാണി ഒന്നലറിക്കരഞ്ഞ് തറയിൽ വീഴണം. അപ്പോൾ അവർ ഓടിയെത്തും. പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി കാര്യം. എന്താ? കൊള്ളാം. അപ്പോൾ ഇത്രയും കാലം കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിച്ചിട്ട് ഇതായിരുന്നു നീ കരുതിയത് അല്ലേട നായേ? അലറിക്കൊണ്ട് ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റപ്പോൾ കർണൻ കിടുങ്ങിപ്പോയി. ഇറപ്പുഴ സലീം. പെട്ടെന്ന് കൂണ് മുളച്ചു പൊങ്ങുന്നത് പോലെ സിമിത്തേരിയിൽ അനേകം തലകൾ ഉയർന്നു വന്നു. ആദ്യം നീ തന്നെ ആയിക്കോട്ടേടാ ഞങ്ങളുടെ ടാർജറ്റ്. സൂര്യൻ ഒച്ചയുയർത്തി. കർണനെ പ്രതികരിക്കാൻ കഴിയും മുമ്പ് അടി വീണ് കഴിഞ്ഞു. ചുറ്റും നിന്ന് ആക്രമിക്കുകയാണവർ. മിനിറ്റുകൾക്കുള്ളിൽ അവർ അവനെ തല്ലിച്ചതച്ചു. പിന്നെ വേലിക്കെട്ടിൽ ചേർത്ത് കെട്ടി. വില്യേട്ടൻ നിന്റെ പെങ്ങളെ കൊന്നുവല്ലേടാ? ഗോപിനാഥൻ അവൻ്റെ മുഖം ചതയ്ക്കുന്ന ഒരടി കൂടി പാസാക്കി. ആ നാറി പ്രിൻസായിരിക്കും അങ്ങനെ പറഞ്ഞതല്ലേ? വായിൽ നിറഞ്ഞ ചോര കർണൻ തുപ്പി. അതിനിടെ വാക്കുകൾ മുറിഞ്ഞു. വല്യേട്ടൻ പോലും! ഭൂ, നീയൊക്കെ അറിയാതെ നിന്റെയൊക്കെ ഭാര്യമാരെ പോലും കിടക്കറയിൽ എത്തിച്ചിട്ടുണ്ടാവും ഈ നീചൻ. എന്തു പറഞ്ഞടാ നീയ്? തമ്പാൻ അവനെ തല്ലി. സൂര്യ! സലീം വിളിച്ചു. എന്താ വല്യേട്ടാ? പ്രിൻസിന്റെ കൊലപാതകം ഇവന്റെ മേൽ വെക്കാമെന്നുള്ള നമ്മുടെ തീരുമാനം വേണ്ട. ആദ്യം ചാകേണ്ടത് ഇവൻ തന്നെയാണ്. തീർത്തേര്. സൂര്യൻ ഒരു വടിവാൾ വലിച്ചെടുത്തു. അതിന്റെ തിളക്കം മങ്ങിയ ഇരുട്ടിലും കർണൻ കണ്ടു.
പ്രിൻസിന് വേണ്ടി കരുതി വെച്ചിരുന്നതായത്. ആദ്യം മൂർച്ച പരിശോധിക്കുന്നത് നിന്റെ ചങ്കിൽ തന്നെ ആകട്ടെടാ. സൂര്യൻ മുന്നോട്ടാഞ്ഞു. കൊള്ളാം, സാബാഷ്. പെട്ടെന്നൊരു കയ്യടി ശബ്ദം. ഏവരും നടുങ്ങിത്തിരിഞ്ഞു. അടുത്ത നിമിഷം നൂറുകണക്കിന് പന്തങ്ങൾ ശ്മശാനത്തിന് ചുറ്റും തെളിഞ്ഞു. പകൽ പോലെ വെളിച്ചം. കോളനിക്കാരും ഓട്ടോ ഡ്രൈവർമാരും അടങ്ങുന്ന ആ സംഘം ശ്മശാനത്തിലേക്ക് കയറി വന്നു. സലീം ബ്രദേഴ്സും ഗുണ്ടകളും ചകിതരായി. ആളുകൾക്കിടയിലൂടെ അവൻ മുന്നിലെത്തി. ഈട്ടിക്കാടൻ പ്രിൻസ്, പ്രമാണി, സലീം ബ്രദേഴ്സ്. വിളറിപ്പോയി. എന്നെയും കർണനെയും കൂടി കൊന്നാൽ നിനക്ക് പിന്നെ സ്വസ്ഥമായി ജീവിക്കാം അല്ലേടാ സലീമേ? നീ ചെയ്തതും ചെയ്യിച്ചതുമായ കാര്യങ്ങളൊന്നും പിന്നെ ആരും അറിയില്ലല്ലോ. പ്രിൻസ് മീശയൊന്ന് പിരിച്ചു. അടുത്ത നിമിഷം അവൻ്റെ ചുരുട്ടിയ കൈത്തലം സലീമിൻ്റെ മുഖം ചതച്ചു. സലീം പിന്നോട്ട് വേച്ചു. അയാളുടെ മൂക്കിലൂടെ ചോര കുടുകുടെ ഒഴുകി. വെള്ളിയേട്ടനെ തുടരുത്. സൂര്യൻ വടിവാൾ വീശി. പക്ഷെ പ്രിൻസ് ആ കയ്യിൽ പിടുത്തമിട്ടു. ഒന്ന് വെട്ടിത്തിരിഞ്ഞു. ഹോ! സൂര്യൻ പൊളഞ്ഞുപോയി. വടിവാളിലെ പിടി അയഞ്ഞു. അത് പ്രിൻസിൻ്റെ കയ്യിലായി. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് സൂര്യനെ ഒരു വശത്തേക്ക് തള്ളിയിട്ട് സലീമിനെ പിടിച്ചടുപ്പിച്ച് അവൻ വടിവാൾ അയാളുടെ കഴുത്തിൽ കുറുകെ ചേർത്തമർത്തി. ഞാനും നാഞ്ഞു വലിച്ചാൽ വാഴക്കുല പോലെ നിന്റെ കഴുത്തറ്റ് തല എൻ്റെ കയ്യിലിരിക്കും, അവൻ ഓർമ്മിപ്പിച്ചു. സലീം ചലനമറ്റു നിന്നു. ഗോപിയും ഉദയനും മുന്നിലെത്തി. ഗുണ്ടാച്ചേട്ടന്മാരും ഇറപ്പുഴ അണ്ണന്മാരും സിമിത്തേരിയുടെ നടുക്കോട്ട് നീങ്ങി. ഒന്ന് കുത്തിയിരുന്നേ. വേറെ നിവൃത്തിയില്ലായിരുന്നു അവർക്ക്. അത്രയും ആളുകളോട് പൊരുതി ജയിക്കാൻ പറ്റില്ല. ഇനി ഒരു വിചാരണ നടക്കാൻ പോവുകയാണിവിടെ, പ്രിൻസ് പറഞ്ഞു. ശിക്ഷ വിധിക്കുന്നതും അത് നടപ്പാക്കുന്നതും ഇവിടെ വെച്ച് തന്നെ. ആരോ കർണനെ അഴിച്ചുവിട്ടിരുന്നു. അവനും പ്രിൻസിന്റെ അടുത്ത് വന്നു നിന്നു. നീ എൻ്റെ വേഷം അണിഞ്ഞപ്പോൾ നല്ല രസമുണ്ടല്ലോടാ സലീമേ? ചോദിച്ചതും പ്രിൻസ് അയാളുടെ ജുബ വലിച്ചു കീറിയെറിഞ്ഞു. പിന്നെ മുണ്ടും. അടിവസ്ത്രം മാത്രം ധരിച്ചു നിൽക്കുന്ന സലീമിന് കഴുത്തിൽ വടിവാൾ ഇരിക്കുന്നതിനാൽ അനങ്ങാൻ കൂടി കഴിഞ്ഞില്ല. എടാ, തമ്പാൻ ചാടി എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷെ ഓട്ടോ ഡ്രൈവർ സുലൻ പന്ത നീട്ടി. ഇരിക്കടാ അവിടെ, ഇല്ലെങ്കിൽ കരിച്ചു കളയും ഞാൻ. തമ്പാൻ ഇരുന്നു പോയി. മോനെ സലീമേ, നിന്റെ അപ്പൻ ഇറപ്പുഴ കേശവന്റെ കൊലപാതകം മുതൽ ഇങ്ങോട്ട് ഇന്ന് കാലത്ത് വരെ നീ ചെയ്തതൊക്കെ ഒന്ന് പറഞ്ഞേടാ. പ്രിൻസ് വടിവാൾ കഴുത്തിൽ നിന്ന് അല്പം താഴേക്ക് മാറ്റി പിടിച്ചു. സലീം അനങ്ങിയില്ല. പ്രിൻസ് കൈ നീട്ടിയപ്പോൾ സുലൻ പന്തം കൊടുത്തു. അവൻ അതുകൊണ്ട് സലീമിൻ്റെ കാൽപാദം മുതൽ മുകളിലേക്ക് ഒന്നടിപ്പിച്ചു നോക്കി. സലീമിൻ്റെ ശരീരത്തിലെ രോമം കരിഞ്ഞു നാറി. അയാളൊന്ന് പിടഞ്ഞു. ഒരു 10 പേര് നിന്നെ പന്തം കൊണ്ട് തടവാൻ പോകുക. എന്താ? വേണ്ട, ഞാൻ പറയാം. സലീം തലകുനിച്ചു. മനസ്സിൻ്റെ കെട്ടയഞ്ഞു. അത്രയും പേർ കേൾക്കെ അയാൾ താൻ ചെയ്തു കൂട്ടിയതെല്ലാം പറഞ്ഞു. കോളനിക്കാർ മാത്രമല്ല, സലീമിൻ്റെ അനുജന്മാരുടെ പോലും കണ്ണു തള്ളിപ്പോയി. അവരുടെ മനസ്സിലുണ്ടായിരുന്ന വെള്ളിയേട്ടൻ്റെ ചിത്രം മറഞ്ഞു. സീതയെ കൊന്ന കാര്യം പറഞ്ഞപ്പോൾ മുതലേ കത്തി നിൽക്കുകയാണ് കർണൻ. വിചാരണ കഴിഞ്ഞു. പ്രിൻസ് സംസാരിച്ചു. ഇനി ശിക്ഷ വിധിക്കുകയാണ്. എന്താവണം ശിക്ഷ? നിങ്ങൾ തന്നെ പറയൂ. കൊല്ലണം, കൊല്ലണം. ജനം അട്ടഹസിച്ചു. കേട്ടില്ലേ സലീമേ? നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? പ്രിൻസ് അയാളുടെ നേർക്ക് തിരിഞ്ഞു. കൊല്ലരുത്, എനിക്ക് ജീവിക്കണം. അയാൾ പിറുപിറുക്കും പോലെ നാവനക്കി. ഇല്ലടാ, ഇനി നീ ജീവിച്ചിരുന്നാൽ ഈ നാട്ടിൽ ഒരുപാട് ശവങ്ങൾ വീഴും. അത് പാടില്ല. നിന്നെ ഞാൻ കൊല്ലും. എൻ്റെ സീതമോടെ ശവക്കൂനയ്ക്ക് മുകളിൽ നിന്റെ ചോര വീഴ്ത്താമെന്ന് സത്യം ചെയ്തു പോയി ഞാൻ. കർണൻ അലറി. അത് പാടില്ല കർണ, നിനക്കൊരു കുടുംബമുണ്ട്. ഇവനെ കൊന്നിട്ട് നീ ജയിലിൽ പോകണ്ട, ഗോപി പറഞ്ഞു. അത് പറ്റത്തില്ല ഗോപി ആശാനെ. പെട്ടെന്ന് പ്രിൻസിൻ്റെ കയ്യിലിരുന്ന വടിവാൾ കർണൻ കൈക്കലാക്കി. പ്രമാണി ക്ഷമിക്കണം. കർണ വേണ്ട. പ്രിൻസിന് തടയാൻ കഴിയും മുമ്പ് കർണൻ സലീമിനെ സീതയുടെ കുഴിമാടത്തിന് മീതെ തള്ളി മറിച്ചു. ചത്തുപോട ചെകുത്താനെ, അവൻ വടിവാൾ വീശി. പക്ഷെ പിന്നിൽ നിന്നൊരാൾ ആ കയ്യിൽ പിടിച്ചു. കൊല്ലാൻ എനിക്കേ ഉള്ളൂ അധികാരം. ഒപ്പം ഉറുമിയുടെ സീൽക്കാരം. വാസു, വാസു! ജനത്തിൻ്റെ ആരവം. ബലമായി അയാൾ കർണനെ ഒരു വശത്തേക്ക് മാറ്റി. ജയിലിലേക്ക് തന്നെ വീണ്ടും പോകുന്ന എനിക്ക് 1 or 10 പേരെ കൂടി കൊന്നാലും കുഴപ്പമില്ല. വാസു സലീമിൻ്റെ നെഞ്ചിൽ ഒരു കാലമർത്തി. ഒരു പൊളച്ചിലോടെ ഉറുമി തലപ്പുകൾ സലീമിൻ്റെ കഴുത്തിൽ കുരുക്കായി വീണു. സകലൻ ശ്വാസമടക്കി നിന്നു. അത് കാണാനുള്ള കരുത്തില്ലാതെ ഗോപിനാഥനും അനുജന്മാരും എഴുന്നേറ്റു. ഗുണ്ടകളും. അവർ സിമിത്തേരിക്ക് പുറത്തേക്ക് നടന്നു. വാസു, ഇവനെ എനിക്ക് വിട്ടതാ, യാചിക്കുകയാണ് കർണൻ. മാറി നിൽക്കടാ അങ്ങോട്ട്. വാസുവിൻ്റെ ഭാവം മാറി. പന്തങ്ങളുടെ വെളിച്ചം കണ്ണുകളിലേക്ക് ആവാഹിക്കപ്പെട്ടു. ധൈര്യവാനായ പ്രിൻസ് പോലും ഒന്ന് പതറി. ആശയറ്റവനെ പോലെ സലീം കണ്ണുകൾ ഇറുക്കിയടച്ചു.
തല കുനിച്ച് നടന്നു നീങ്ങുകയായിരുന്ന ഗോപിനാഥനും അനുജന്മാരും ഒരലർച്ച കേട്ടു. അതിടയ്ക്ക് വെച്ച് മുറിഞ്ഞു. ഒരു നിമിഷം അവർ നിന്നു. പിന്നെ വീണ്ടും നടന്നു. എഴിക്കാട്ട് ലക്ഷം വീട് കോളനിയിൽ ജനസമുദ്രത്തെ സാക്ഷിയാക്കി DYSP രാജശേഖരൻ ഉറുമി വാസുവിനെ അറസ്റ്റ് ചെയ്തു. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നറിയില്ല പ്രമാണി. എങ്കിലും ഒരാവശ്യം വന്നാൽ ഞാൻ ഒപ്പമുണ്ടെന്ന് കരുതിക്കോ. പ്രിൻസിനെ നോക്കി വാസു പുഞ്ചിരിച്ചു. പ്രിൻസിൻ്റെ കണ്ണുകളിൽ 2 തുള്ളി കണ്ണുനീർ പിടച്ചു. അവന് മിണ്ടാനായില്ല. രാജശേഖരൻ വാസുവിനെ ജീപ്പിലേക്ക് കയറ്റാൻ നേരത്ത് ഒരു കാർ അവിടെ വന്നു നിന്നു. അതിൽ നിന്ന് ഒരാളിറങ്ങി. പപ്പാജി മുതലാളി. ആളുകൾ വിളിച്ചു പറഞ്ഞു. ഈട്ടിക്കാടൻ സുരേന്ദ്രൻ ചുറ്റും ഒന്ന് നോക്കി. പ്രിൻസിലും പിന്നെ ആ കണ്ണുകൾ ഓരോ മുഖത്തും മാറി മാറി പതിഞ്ഞു. അവസാനം വാസുവിലും. അയാൾ ജീപ്പിനടുത്തേക്ക് ചെന്നു. മുതലാളി വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഞാൻ പോകുക. വാസു ചിരിച്ചു. ഈട്ടിക്കാടൻ സുരേന്ദ്രൻ ഒന്ന് തലയാട്ടി. ജീപ്പ് അകന്നുപോയി. പ്രിൻസ് അച്ഛൻ്റെ മുന്നിലെത്തി. ഇരുവരും പരസ്പരം അടിമുടി നോക്കി. അച്ഛാ. എടാ പ്രമാണി. പ്രിൻസ് അച്ഛനെ കെട്ടിപ്പിടിച്ചു. മുറി കൈകൾ കൊണ്ട് അയാൾ അവനെ തലോടി. ആളുകൾ നിറഞ്ഞ മനസ്സോടെ അത് നോക്കി നിന്നു. ഈട്ടിക്കാട്ട് അന്ന് ഉത്സവം തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഉത്സവം. വിഭവസമൃദ്ധമായ സദ്യയാണ് ഇന്ദിരാമ്മയും മഞ്ഞയും ചേർന്നൊരുക്കിയത്. നിങ്ങൾ 3 ആളും ഇരിക്കെ, ഞാൻ സെർവ് ചെയ്യാം, മഞ്ഞ പറഞ്ഞു. അത് വേണ്ട, 4 ആളും ഒന്നിച്ചിരുന്നാൽ മതി പറഞ്ഞിട്ട് സുരേന്ദ്രൻ ഇടം കണ്ടിട്ട് മകനെ ഒന്ന് നോക്കി. ഈ പ്രമാണിയുടെ അടുത്ത് തന്നെ ഇരുന്നോ നീയ്? അച്ഛാ, അത് പിന്നെ. പ്രിൻസ് എന്തോ പറയാൻ ഭാവിച്ചു. നീ മിണ്ടരുത്, ഞാൻ പറയുന്നതങ്ങ് കേട്ടാ മതി. ഇവളെ നീ. സുരേന്ദ്രൻ ബാക്കി പറയും മുമ്പ് അവൻ ഒരു ഉരുള അച്ഛൻ്റെ വായിലേക്ക് വെച്ചു കഴിഞ്ഞു. അത് കണ്ട് ഇന്ദിരാമ്മയും മഞ്ഞയും അടക്കി ചിരിച്ചു. വൈകിട്ട് കോട്ടച്ചന്തക്കാർ ഒരു കാഴ്ച കണ്ടു. ബൈക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന 2 പേർ. ഒരുപോലെ വസ്ത്രം ധരിച്ച ഒരേ മുഖമുള്ളവർ. പ്രിൻസായിരുന്നു ബൈക്ക് ഓടിച്ചത്. ഷാപ്പിന് മുന്നിൽ ബൈക്ക് നിന്നു. അതിൽ നിന്നിറങ്ങിയതും സുരേന്ദ്രൻ വിളിച്ചു, പങ്കാ. പങ്കൻ പിള്ള ഓടിയെത്തി. പപ്പാജിക്കുള്ള കള്ള് മാറ്റി വെച്ചിട്ടുണ്ടേ. അകത്ത് കയറിയ പ്രിൻസ് ഒരു കുപ്പി കള്ള് വാങ്ങി. സുരേന്ദ്രൻ വായി തുറന്നു. പ്രിൻസ് അച്ഛൻ്റെ വായിലേക്ക് കള്ള് ഒഴിച്ചു കൊടുത്തു. ഷാപ്പിലുണ്ടായിരുന്നവർ സന്തോഷത്തോടെ അത് നോക്കിയിരുന്നു. നോവൽ അവസാനിച്ചു. പുതിയ നോവലുമായി വീണ്ടും കാണാം. നന്ദി.